പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരേ, ഇന്ന് തിരുസഭ യേശുവിൻ്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിനെ നമ്മുടെ എല്ലാം രാജാവായിട്ട് ഏറ്റുപറയുന്ന ദിവസം, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് യേശു വസിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കുന്ന ദിവസം. യേശുവിൻ്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നും എന്നും നമുക്ക് രാജാവായിട്ട് നമ്മുടെ മുന്നിലുള്ളത്, എന്നും നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് നമ്മുടെ മുന്നിലുള്ളത് യേശുവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ യേശുവിൻ്റെ രാജ്യത്വം നമ്മൾ കൂടുതൽ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഈ വാരം പ്രാപിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഭക്തിയോടെ കൂടെ നമുക്ക് ഈ ബലിയോട് അർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Kristowe kaniyename
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സർവ്വലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനെയും സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സർവസൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിനെ നിരന്തര ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തെ എന്ന് നിന്ദയമായി ജീവിച്ചെൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു വരും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചിറങ്ങും. കാറ് നിറഞ്ഞ അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടനും മധ്യേയും വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ അങ്ങ് എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും.
അത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. കർത്താവ് നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്ത്, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകൾ ഇടതുവശത്ത് നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തു നിന്നുള്ളവരോട് അരുൾ ചെയ്തു, എൻ്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായിട്ട് കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ തന്നത് എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതും എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. എനിക്ക് വിശന്ന്, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനായി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ രാജാക്കന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തലയിൽ കിരീടം,
കയ്യിൽ ചെങ്കോലും തീണ്ടും, പട്ടുവസ്ത്രങ്ങൾ, അടയാഭരണങ്ങൾ, സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രൗഢിയോടുകൂടി ജനത്തെ ഭരിക്കുന്ന ഒരു രാജാവ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ യൂദാ പ്രദേശത്ത് ഒരു രാജാവ് ജനിച്ചു. ആ രാജാവിന് തലയിൽ കിരീടമില്ല, കയ്യിൽ ചെങ്കോലില്ല, ദണ്ഡില്ല, പട്ടുവസ്ത്രങ്ങളില്ല, അടയാഭരണങ്ങളില്ല, സിംഹാസനങ്ങളില്ല, പോട്ടെ തലച്ചായ്ക്കുവാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നോക്കി പീലാത്തോസ് പറയുകയാണ്, നീ യഹൂദരുടെ രാജാവാകുന്നുവെന്ന്. അപ്പോൾ യേശു മറുപടി പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞുവെന്ന്. യഥാർത്ഥമായും യേശു രാജാവാണ്. ഒന്നുകൂടി യേശു കൂട്ടിച്ചേർത്തു, എൻ്റെ രാജ്യം ഐഹികമല്ല. വീണ്ടും പീലാത്തോസ് ചോദിക്കുകയാണ്, അപ്പോൾ നീ യഹൂദ രാജാവാണോ? യേശു അത് മറുപടി പറഞ്ഞത്, അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ആ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ രാജാവായിട്ട് നമ്മുടെ മുന്നിൽ വാഴുമ്പോൾ ആ യേശുവിൻ്റെ രാജ്യത്തെ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. യേശുവിനെ രാജാവായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇന്നേ ദിനം. പ്രാചീന ജനങ്ങൾ, അന്നത്തെ കാലത്തെ ആ ജനങ്ങൾ രാജാക്കന്മാരെ ദൈവങ്ങളായിട്ട്, ദൈവങ്ങളെ രാജാക്കന്മാരുമായിട്ട് കണ്ടിരുന്ന കാലമുണ്ട്. യവനർ തങ്ങളുടെ രാജാക്കന്മാരെ ദൈവങ്ങളായിട്ട് കണ്ടിരുന്നു. റോമാക്കാർ തങ്ങളുടെ ചക്രവർത്തിമാരെ ദൈവങ്ങളായിട്ട് കണ്ടിരുന്നു. ഫറവോൻ മക്കളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് കരുതിയിരുന്നു. യവനർക്കാവട്ടെ ധാരാളം ദേവന്മാരുണ്ടായിരുന്നു. ആ ദേവന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന സിയൂസ് ദേവൻ. അദ്ദേഹം വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ഭൂമിയിൽ വിതറിക്കൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലഹിപ്പിക്കുകയും പരസ്പരം പോരാടിപ്പിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവമാണ് സിയൂസ് മഹാദേവൻ. അതുപോലെ റോമൻ ചക്രവർത്തിമാരെ ദൈവങ്ങളായിട്ട് കരുതുമ്പോൾ കൊളോസി എന്നതിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് പച്ച മനുഷ്യരെ സിംഹങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ആ സിംഹങ്ങൾ അവയെ കടിച്ചു കീറി തിന്നുകയും ചെയ്യുമ്പോൾ ആഹ്ലാദിക്കുന്ന ആനന്ദിക്കുന്ന ചക്രവർത്തിമാരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് രാജാക്കന്മാരെ ദൈവങ്ങളായിട്ട് കണ്ടുവരുന്നത്. യഹൂദരുടെ ഇടയിൽ യഹോവയെ രാജാവായിട്ട് കണ്ടിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നോടുകൂടിയുണ്ട്, സൈന്യയുടെ കർത്താവ് എന്നോടുകൂടിയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം, ആരെ ഭയപ്പെടണമെന്നാണ് യഹൂദ ചോദിക്കുന്നത്. അന്നത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ചുറ്റും പടയാളികൾ അല്ലെങ്കിൽ ശത്രുക്കൾ പാളയമടിച്ചാലും എനിക്കൊരു കുലുക്കവുമില്ല, എനിക്കൊരു ഭയവുമില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മുന്നിൽ, യഹോവയുടെ മുന്നിൽ നിൽക്കുന്ന യഹൂദരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യഹോവയെ രാജാവായിട്ട്, തങ്ങളുടെ രാജാവായിട്ട് കരുതുന്ന ആ ജനം. ഒരു സമൂഹത്തിൻ്റെ പരാജയമുണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ പരാജയമായിട്ടാണ് അവർ കരുതിയിരുന്നത്. ഫിലിസ്തീൻ രാജാവ് എപ്പോഴും ജനങ്ങളെ
യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുകയും അങ്ങനെ നിരന്തരം പരാജയപ്പെട്ടപ്പോൾ അത് ജനങ്ങൾ കരുതി അത് ദൈവത്തിൻ്റെ പരാജയമായിരിക്കുന്നു, അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ആ ജനം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫിലിസ്തീനെ പോലെ ഒരു രാജാവിനെ വേണമെന്ന്. ഈ പ്രവാചകനിലൂടെ ദൈവം ജനത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ് രാജാവിനെ നൽകുകയും ചെയ്തു. പക്ഷേ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടക്കും, നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം രാജാവിൽ നിന്നുണ്ടാകും. അവർ തങ്ങളുടെ ഭരണങ്ങൾ അങ്ങനെയുള്ള ഭരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ദാവീദ് രാജാവിൻ്റെ ഇവിടെയെല്ലാം ആ ദൈവം സാമുവേൽ പ്രവാചകന് നൽകിയ വാഗ്ദാനം, അവർ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി നിറവേറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനാളെന്ന് ആഘോഷിക്കുമ്പോൾ ദൈവഭയപ്രദനായ ദൈവം, ഈ ദൈവം ചെങ്കോലുകൊണ്ട് ഭരിക്കുകയും ദണ്ടുകൊണ്ട് ശിക്ഷിക്കുകയും തെറ്റിയുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ടാണ്, ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ സ്നേഹിക്കുവാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഇഷ്ടം അത് പൂർത്തീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ചെങ്കോലും ദണ്ടും കൊണ്ട് ജനങ്ങളെ ഭരിക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ ഒരു രാജാവിനെ പോലെ ഭരിക്കുവാനല്ല യേശുവിൻ്റെ രാജ്യത്വം. നല്ല ഇടയനെ പോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ മേയ്ക്കുക, അവയെ പച്ച പുൽപ്പുറങ്ങളിലേക്ക് മേയ്ക്കുക, ജലാശയങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുക, അവർക്ക് വേണ്ട സംരക്ഷണവും പരിപാലനയും നൽകുക. ഇതൊക്കെയാണ് ഒരു നല്ല ഇടയനെടുത്ത സ്വഭാവങ്ങൾ. ഇതൊക്കെയാണ് യേശുവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ രാജസിംഹാസനത്തിലിരുന്നു കൊണ്ട് ചെങ്കോലും ദണ്ടും കൊണ്ട് ഭരിക്കുന്ന യേശുവിനെ അല്ല, ആ രാജ്യത്വമല്ല യേശുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെയും, യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, അതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. യേശുവിന് അന്നത്തെ ജനങ്ങൾ കിരീടം മെടഞ്ഞ് അണിയിക്കുകയുണ്ടായി. പക്ഷേ ആ കിരീടം മെനഞ്ഞത് മുള്ളുകൊണ്ടുള്ള കിരീടമായിരുന്നു, അല്ലാതെ സ്വർണ്ണം കൊണ്ടുള്ള കിരീടമായിരുന്നില്ല. കൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള കിരീടം മെനഞ്ഞുകൊണ്ടാണ് യേശുവിനെ തൻ്റെ തലയിൽ തറച്ചുകൊണ്ട് യേശുവിനെ രാജാവായിട്ട് ആ ജനം സ്വീകരിച്ചത്. പക്ഷെ നമ്മളും ആ മുള്ളുകൾ ഒന്നുകൂടി ആഴത്തിലേക്ക് അടിച്ചിറക്കാതെ യേശുവിനെ വേദനിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നന്ന്. അതുപോലെ യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല, സ്വർഗീയമല്ല. സ്വർഗത്തിൽ ഇരിക്കുവാനായിട്ട് യേശു ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ടാണ്. ഭൂമിയിലാണ് ജനങ്ങൾ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ വേദന ശമിപ്പിക്കുക, അവരെ സാന്ത്വനപ്പെടുത്തുക, അവരെ ആശ്വസിപ്പിക്കുക. ഇതാണ് യേശുവിൻ്റെ രാജ്യത്വം. ആ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ യേശുനാഥൻ രാജാവായിട്ടിരുന്ന് വാഴുന്നു. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലുമൊക്കെ യേശുനാഥൻ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ എപ്പോഴും നമ്മുടെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് സ്വയം ജീവൻ തന്നെ ബലിയായിട്ട് കൊടുത്തുകൊണ്ട് പീഡകളുടെയും സഹനങ്ങളിലൂടെയും യേശുനാഥൻ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് യേശുവിൻ്റെ രാജ്യത്വം. പ്രിയമുള്ളവരെ, തിരുവള്ളൂർ എന്ന ഗ്രന്ഥകാരൻ തിരുക്കൂർ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി: ഞാൻ ചൂടുള്ളത് ഒന്നും കഴിക്കില്ല,
എന്തുകൊണ്ടെന്നാൽ ഞാൻ ചൂടുള്ളത് കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ദൈവത്തിന് പൊള്ളലുണ്ടാകും. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ദൈവത്തിന് പൊള്ളലുണ്ടാകുക ഞാൻ അനുവദിക്കില്ല. നമ്മളീ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിന് ആ രാജാവിനെ പൊള്ളലേൽപ്പിക്കുന്നത്? നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമിടെയാണ്. നമ്മളെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണോ നമ്മുടെ വാക്കുകൾ ഓരോന്നും അവ ദൈവഹിതമല്ലെങ്കിൽ, ദൈവികമല്ലെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ദൈവത്തിന് പൊള്ളലേൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് യേശുവിൻ്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജാവ് യേശുവാണ്. ആ യേശുനാഥൻ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു, നമ്മളിൽ വസിക്കുന്നു, നമ്മുടെ രാജാവായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നു, നയിക്കുന്നു. ഒരു നല്ല ഇടയനെ പോലെയാണ് യേശുനാഥൻ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ. അതുപോലെ നമുക്ക് വേണ്ടുന്ന സംരക്ഷണയും പരിപാലനയും എല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ് നമുക്കുള്ളത്. ആ രാജാവിൻ്റെ രാജ്യത്തെ തിരുനാളിൽ ആ രാജാവിനെ നമ്മുടെ രാജാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ രാജാവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളിൽ വസിക്കുന്ന യേശുവിനെ ഒരിക്കലും നമ്മളിൽ നിന്ന് വേർപിരിയാൻ അനുവദിക്കാതെ നമ്മളിൽ തന്നെ വസിക്കുവാനും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ എപ്പോഴും സജീവമായി ഇടപെടുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിനായിട്ട് ഈ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരേ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. രാജാതിരാജനായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് കരിയിൽ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ ആത്മാവിനാൽ വഴി നടത്തണമെന്നും തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ സ്വർഗോന്മുഖരായി വളർത്തുവാൻ വേണ്ട നന്മകളാൽ നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവമേ, അങ്ങയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സഹോദരങ്ങളിൽ അങ്ങേ മുഖം ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യാനും അങ്ങേ പ്രജകൾക്കൊത്ത വിധം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൂതന്മാരായി വർത്തിക്കുവാനും
ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവവും കാത്തുപാലിക്കുന്ന ദൈവമേ, എല്ലാ രോഗരാഷ്ട്രങ്ങളെയും അവയുടെ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ അങ്ങേ രാജ്യത്തിൻ്റെ സമാധാനം ജനഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നവരായി എല്ലാ ഭരണാധികാരികളെയും മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹരാജ, ഞങ്ങളുടെ ഇടവകയിൽ രോഗത്താലും ദാരിദ്ര്യത്താലും കഷ്ടത അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. എന്നും അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായി വളർത്തണമെന്നും അവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവനായ ദൈവമേ, ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ മേൽ കരുണ തോന്നി സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള ഭാഗ്യമരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കുമാറാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്തെ ഞങ്ങൾ ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. സഹോദരരെ, എൻ്റെ അന്നകളുടെയും പേരിൽ സർവശക്തിൻ്റെ പിതാമദൈവത്തിൻ്റെ സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധാന്യങ്ങൾ നൽകുമാറാകട്ടെ. കർത്താവ് ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതൗചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ ഇറങ്ങിതർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അപേക്ഷിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ ആൾത്താരെ നിർമ്മലവും സമാധാനദായകവുമായ ബലി അർപ്പിച്ചുകൊണ്ട്
മാനവ പരിത്രാണത്തിൻ്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയവൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ അങ്ങ് ദേവീപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇത് രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് ഹൃദയപ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് വിരുദ്ധ പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അനിൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട്
ജീവദായകവും പരിഭാവനമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കുന്ന ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അറിഞ്ഞങ്ങൾക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെടുത്തിട്ട് അവകാശം ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശ്വതേ മാതാവായ ഏറ്റവും വശനികമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധികാമറിയത്തോടും എല്ലാ വിശുദ്ധരുടെയും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥയാൽ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണം എന്നപേക്ഷിക്കുന്നു. അങ്ങ് ദാസനെ ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയ സർവജനങ്ങളുമൊത്ത് ഈ ഭൂമി തീർത്ഥാടനം ജനങ്ങിയ സഭയെ വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷ ദയാപൂർവം കേട്ടളണമേ. കാനിവാനായ പിതാവെ, എല്ലാവരും ചിറക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ വിധിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നിടൊപ്പം അങ്ങേ മഹത്വനിത്യമായി സംതരാക്കപ്പെടുമെന്നും പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പിനാൽ ഉത്ബോധരായും ദിവ്യോദരൂക്തരെ നിറവേ നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശി ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ യുഗത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്ന് ജീവിക്കുകയും അഴുകുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും.
ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച സ്തോത്രം കഴിച്ച 1570 രൂപ. നമുക്കറിയാം അടുത്ത ഞായറാഴ്ച ആഗമനകാലം ആരംഭിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയ നിയമം പകർത്തി എഴുതൽ ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ ഇടവകയിൽ നിന്ന് എത്ര പേർ അതിൽ പങ്കെടുത്തു എന്നെനിക്കറിയില്ല. എങ്കിലും പങ്കെടുത്തവരിൽ അവർ കഠിനമായിട്ടുള്ള അവരുടെ പ്രയത്നം കൊണ്ട് ത്യാഗ മനോഭാവത്തോടുകൂടി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളിന്ന് ഇവിടെ കാണുന്ന ഈ തരത്തിലുള്ള ബൈബിൾ പുസ്തകമായിട്ട് മാറ്റുകയുണ്ടായി. 8 പേരാണ് ഇതിൻ്റെ അവസാനം വന്നിരിക്കുന്നത്. ഈ 8 പേർ അവരുടെ ആ കഠിനമായ പ്രയത്നം കൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. സിസ്റ്റർ വിമല, സിസ്റ്റർ അഗസ്റ്റീന, കുഞ്ഞുമോൾ ജെർസൺ പുളിക്കപ്പറമ്പിൽ, ജൂലിറ്റ് ഫ്രാൻസിസ് ഈരവേലി, അനിൽ അലക്സ് കല്യാണപ്പറമ്പിൽ, ലൂസി ജെയിംസ് കിഴക്കേ ചെറുവള്ളി, മിനി ജോസഫ് പതിശ്ശേരി, ലൈസ ഗൊൻസ്ലാവൂസ് പടിപ്പറമ്പ്. ഈ 8 പേരാണ് അവർ എൻ്റെ ലക്ഷ്യത്തിൽ, എൻ്റെ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഈ ബൈബിളൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം കയ്യെഴുത്ത് പ്രതിയായിരുന്നു. അന്ന് ഇതുപോലെ പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് പ്രിൻറ്റിങ്ങൊക്കെ ആരംഭിച്ചത്. അതിന് അന്നത്തെ കയ്യെഴുത്ത് പ്രതിയെ അനുസ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ടാണ് ഈ മത്സരം രൂപത സംഘടിപ്പിച്ചത്. ഈ അവസരത്തിൽ ഈ അവസാനം വരെ പിടിച്ചു നിന്ന, പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എഴുതി 600-700 പേജുകളൊക്കെ ഉണ്ട്. അത്രയും എന്തുമാത്രം ദിവസങ്ങൾ എടുത്തിരിക്കും അത് എഴുതുവാൻ വേണ്ടിയിട്ട്. അത്രയും ബുദ്ധിമുട്ടി എഴുതി നമ്മുടെ രൂപതയിൽ പ്രസൻറ്റ് ചെയ്ത ഈ 8 പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതേസമയം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇടവകയുടെ സാന്താ മരിയ കാറ്റഗിസം സെൻ്ററാണ്. അവരും ഈ HM സിസ്റ്റർ ടാനിയയുടെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് അവർ രൂപതയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ ഇടവക ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ ബൈബിളിന് രൂപം കൊടുക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അവർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ വെച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ വാല്യുവേഷൻ എൻ്റെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഒരു പ്രചോദനമാകുവാൻ വേണ്ടിയിട്ടാണ്. ഇനിയും വരുംകാലങ്ങളിൽ ഇതുപോലുള്ള രൂപത അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളും ഇടവക അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളും സംഘടിപ്പിക്കും. അപ്പോൾ അവർക്കൊരു അതിൽ പങ്കെടുക്കാനുള്ളൊരു പ്രചോദനം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ പരസ്യമായി നിങ്ങളുടെ ഇടവക ജനത്തിൻ്റെ മുമ്പാകെ വെച്ചുകൊണ്ട് ഈ എഴുതിയ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നത്. ഈ അവസരത്തിൽ അവർ എഴുതിയ കയ്യെഴുത്ത് പ്രതിയുണ്ട്. കൂടാതെ നമ്മുടെ അഭിവന്യ പിതാവിൻ്റെ എഴുതിയ ഒരു പുസ്തകവുമുണ്ട്. എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇടവകയുടെ ചെറിയ പാരിതോഷികവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പേര് വിളിച്ച് പറയും. ആ പേരിനോടനുബന്ധിച്ച് അപ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിങ്ങളുടെ ബൈബിളും ആ പാരിതോഷികങ്ങളും കൈപ്പറ്റുക. പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരായി മുന്നോട്ട് വന്ന് ഇടവക നൽകുന്ന ചെറിയ ഉപഹാരവും സർട്ടിഫിക്കറ്റും നമ്മുടെ വികാരി അച്ഛനിൽ നിന്നും സ്വീകരിക്കുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. സിസ്റ്റർ വിമല ആന്റണി. കൈയടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാം. സിസ്റ്റർ അഗസ്റ്റീന.
ലൈസ ഗോൺസാൽവസ്, മിനി ഫിഗറദോ, അനില അലക്സ്, ജൂലിയറ്റ് ഫ്രാൻസിസ്, കുഞ്ഞുമോൾ ജെർസൺ, ലൂസി ജെയിംസ്, ഒരിക്കൽ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും സന്ധ്യമണിയ സൺഡേ സ്കൂളിൻ്റെയും ഇടവകയുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസ്മരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തെ കൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകട്ടെ. വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. താവ് നിങ്ങളോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദീപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.